പ്രളയബാധിതർക്ക് അന്നദാന പ്രഭുവായി ആറന്മുള പാർത്ഥസാരഥി. ക്ഷേത്രത്തിന് സമീപമുള്ള ക്യാമ്പുകളിലുള്ളവർക്ക് വള്ളസദ്യ നൽകി. ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് തുടർന്ന് വെള്ളസദ്യ നൽകുമെന്ന് പള്ളിയോട സേവാ സംഘം അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ഇതൊക്കെയാണ് ഉദാത്ത മാതൃക. പ്രളയബാധിതർക്ക് അന്നമൂട്ടുകയാണ് ആറന്മുള പാർത്ഥസാരഥി. എന്താണ് ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മനോഹരമായ കാഴ്ചയുടെ വിശദാംശങ്ങൾ? ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വള്ളസദ്യ നൽകുമെന്നാണോ പള്ളിയോട സേവാ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്? ഗോകുൽ, അശ്വതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്നത്തെ വള്ളസദ്യയിൽ പ്രളയബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ഭഗവാന്റെ ആ വള്ളസദ്യ കഴിക്കുവാനായിട്ട് അവർക്കും ഭാഗ്യം ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും സമാനമായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആറന്മുളയുടെ പരിസര പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളക്കെട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഒക്കെ മാറി താമസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അശരണരായിട്ടുള്ള ആളുകളുണ്ട്, അന്നം കിട്ടാത്ത ആളുകളുണ്ട്, നിരവധിയായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഈ സമീപ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരക്കാർക്കൊക്കെ അന്നദാന പ്രഭുവായിട്ട് ശ്രീ പാർത്ഥസാരഥി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആറന്മുള ഭഗവാന്റെ വള്ളസദ്യകൾ നടന്നു വന്നിരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ വള്ളസദ്യ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പള്ളിയോട സേവാ സംഘം തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. അല്പസമയം മുമ്പാണ് വള്ളസദ്യ പൂർത്തിയായത്, ഇന്നത്തെ പൂർത്തിയായത്. ഇന്നിപ്പോൾ ഒരു വള്ളസദ്യ മാത്രമായിരുന്നു, ഒരു വഴിപാട് വള്ളസദ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മല്ലപ്പുഴശ്ശേരിക്കാരുടെ വള്ളസദ്യയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ആ വള്ളസദ്യയിൽ ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകൾ പോലും അവർക്ക് വന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിച്ചു. ഒപ്പം ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും താമസിക്കുന്ന ഇത്തരത്തിൽ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ അവർ വള്ളസദ്യ കഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ വള്ളസദ്യ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ക്യാമ്പുകളിലേക്കടക്കം ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരാം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. അവർക്ക് വള്ളസദ്യ ഉണ്ടാവും, അവർക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു കാര്യം പള്ളിയോട സേവാ സംഘം, അതായത് ഈ വള്ളസദ്യ നടത്തുന്ന ആൾക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഏറെ മാതൃകയാക്കാവുന്ന ഒരു നടപടി തന്നെയാണ് പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സാഹചര്യം ആറന്മുളയിൽ തുടരുകയാണെങ്കിൽ അങ്ങനെ തന്നെ, അതായത് എത്തുന്ന ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഇവിടെ എത്തുന്ന എല്ലാവർക്കും പാസ് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ് പള്ളിയോട സേവാ സംഘം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ മാതൃകപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴയൊന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം വെള്ളക്കെട്ട് ഇപ്പോഴും പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പമ്പാ നദി കരകവിഞ്ഞുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി മൂഴിയാർ ഡാം കൂടി രാവിലെ തുറന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് വരുന്ന മണിക്കൂറുകളിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പരമാവധി ആളുകളെ ഇപ്പോൾ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റാന്നിയിലും ഇന്നലെ വെള്ളം ഇറങ്ങിയ ഭാഗമാണ് റാന്നി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ റാന്നിയിൽ വീണ്ടും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു അശുഭകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൂഴിയാർ ഡാം തുറന്ന സാഹചര്യത്തിൽ റാന്നിയിലും വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കക്കാട്ടാറിലും പമ്പയാറിലുമാണ് ഈ മൂഴിയാർ ഡാം തുറന്നത് മൂലം ജലനിരപ്പ് ഉയരാനായിട്ടുള്ള സാധ്യത ഉള്ളത്. എന്തായാലും ഈ സമയങ്ങളിലൊക്കെ വെള്ളം എത്തി തുടങ്ങുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സമാനമായി തന്നെ അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിലേക്ക് ഈ വെള്ളം കടന്നു ചെല്ലുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആറന്മുളയിലൊക്കെ വന്നു നിൽക്കുന്ന വെള്ളം അത് വരുന്ന ദിവസങ്ങളിൽ ചെങ്ങന്നൂർ, തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്കായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. ആ ഭാഗങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചടക്കം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അത് ഭരണ സംവിധാനങ്ങളും ജനങ്ങളും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, സന്നദ്ധ സംഘടനകളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു പ്രളയ സമാന സാഹചര്യത്തെ നേരിടുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടിയെയും ആ നിലയ്ക്ക് വേണം നാം കാണുവാനായിട്ട്. അശ്വതി, തീർച്ചയായും ഗോകുൽ, അത് തന്നെയാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ ദുരിതത്തിൽ ഒരു ജനതയാകുമ്പോഴും ഇതുപോലെയുള്ള അതിജീവനത്തിൻ്റെ മാതൃക, വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് ഒരു ഉദാത്ത മാതൃകയാണ് ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്യാമ്പുകളിലുള്ളവർക്ക് വള്ളസദ്യ നൽകിയിരിക്കുകയാണ്. ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വള്ളസദ്യ ഇനി അങ്ങോട്ട് നൽകുമെന്നാണ് പള്ളിയോട സേവാ സംഘം അറിയിച്ചത്. ഗോകുൽ, ഒരു ചോദ്യം കൂടി.
ഇപ്പോൾ അവിടെ കുഞ്ഞുങ്ങളടക്കം വഞ്ചിപ്പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ഏത് ചടങ്ങിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ അത്തരത്തിലൊരു കൂട്ടം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്? അശ്വതി, വള്ളസദ്യ തന്നെയാണ്. വള്ളസദ്യ വഴിപാട് നടത്തിയ ആൾക്കാരാണ്. മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നത്തെ വള്ളസദ്യ. ഇന്ന് 5 വള്ളസദ്യ ബുക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ 4 ക്യാൻസലായി. മല്ലപ്പുഴശ്ശേരിക്കാർ മാത്രമാണ് ഇന്ന് വള്ളസദ്യ നടത്തിയത്. അതിൻ്റെ വഴിപാടിൻ്റെ ചടങ്ങുകൾ തന്നെയാണ്. വള്ളസദ്യയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളാണ്. വള്ളസദ്യയ്ക്ക് ശേഷം ആ വള്ളസദ്യ വഴിപാടായിട്ട് കഴിപ്പിച്ച ആൾക്കാർ ഭഗവാന്റെ മുന്നിലെത്തി വഞ്ചിപ്പാട്ട് പാടി ഉപചാരം ചൊല്ലുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയോടങ്ങൾക്ക് പമ്പാ നദിയിലൂടെ വരാൻ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയോടത്തിലല്ല വള്ളക്കാർ വന്നത്. അവർ കരമാർഗം ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര കടവിൽ വന്ന് അവിടെ നിന്ന് വഞ്ചിപ്പാട്ട് പാടി ഭഗവാന്റെ മുന്നിലെത്തി കാണിക്കയടക്കം അർപ്പിച്ചതിന് ശേഷമാണ് വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങിയത്. വള്ളസദ്യ പൂർണ്ണമായിട്ടും പൂർണ്ണ വിഭവങ്ങളോടുകൂടി ഒരു കുറവും വരാതെ വള്ളസദ്യ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷമുള്ള വഞ്ചിപ്പാട്ട് ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് പാടി ആ ഭഗവാന് അർച്ചനകൾ അർപ്പിച്ചുകൊണ്ട് അവർ വഴിപാട് പൂർത്തിയാക്കി ആ ഒരു അനുഗ്രഹവും സുഹൃതവും ഒക്കെ ഏറ്റുവാങ്ങി മടങ്ങി പോകാനായിട്ട് ഒരുങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും ഇപ്പോൾ ആറന്മുളയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മുടെ പ്രതിനിധി ഗോകുൽ രമേശ് പങ്കുവച്ചത്. നിരവധി പേർക്ക് അന്നം മുട്ടുകയാണ് ആറന്മുള പാർത്ഥസാരഥി.